പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പുതിയ നീക്കവുമായി യു.എ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി യു.എ. രംഗത്ത്. കടലിടുക്ക് തോന്നും പോലെ അടയ്ക്കാനും തുറക്കാനുമുള്ള ഇറാന്റെ നടപടി ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് യു.എ. വ്യവസായി സാങ്കേതിക മന്ത്രിയും അബുദാബി നാഷണൽ ഓയിൽ കമ്പനി സിഇഒയുമായ സുൽത്താൻ അൽ ജാബർ പറഞ്ഞു. ആഗോള സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസിലെ ചെറിയ തടസ്സം പോലും ലോകത്തെ ഊർജ്ജ ആരോഗ്യ മേഖലകളെ അപകടത്തിലാക്കുമെന്ന് സുൽത്താൻ അൽ ജാബർ ചൂണ്ടിക്കാട്ടി. യുദ്ധം തുടങ്ങിയ ശേഷം 22 കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും 10ഓളം ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. നിലവിൽ എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ 800ഓളം ചരക്ക് കപ്പലുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആയിരക്കണക്കിന് കപ്പൽ ജീവനക്കാർ ലക്ഷ്യസ്ഥാനത്ത് എത്താനാവാതെ പാതിവഴിയിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഹോർമുസ് അടച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും വിമാന നിരക്കും രാജ്യാന്തര വിപണിയിൽ കുതിച്ചുയർന്നു. ലോകത്തെ ഇന്ധന നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന പാത രാഷ്ട്രീയ വിലപേശലിനായി ഉപയോഗിക്കരുതെന്ന് യു.എ. ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഏതു ഭീഷണിയും നേരിടാൻ സജ്ജമാണെന്ന് ബഹ്റൈൻ പ്രതിരോധ സേന അറിയിച്ചു കഴിഞ്ഞു. കുവൈറ്റിൽ മിസൈൽ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെയുണ്ടായ സ്ഫോടനം ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തി. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ വീണ്ടും ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ കടക്കുന്നതിനോ പുറത്തു പോകുന്നതിനോ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകളും തടയുമെന്നറിയിച്ച അമേരിക്ക ആണവ വികസന പദ്ധതികളിൽ നിന്നും ഇറാൻ പിന്മാറാൻ വിസമ്മതിച്ചതോടെയാണ് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 10 മണി മുതലാകും ഉപരോധമുണ്ടാകുക. പാകിസ്ഥാനിൽ നടന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഇറാനുമേൽ കൂടുതൽ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായുള്ള കപ്പൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാൻ തുറമുഖത്തിൽ പ്രവേശിക്കുന്നതോ മടങ്ങുന്നതോ ആയ എല്ലാ കപ്പലുകൾക്കും ഇത് ബാധകമാണ്. സൗഹൃദ രാജ്യങ്ങൾക്കും ഒഴിവില്ല. അതേസമയം അമേരിക്കൻ ഉത്തരവിനെ ഇറാൻ പരിഹസിച്ചു. 21 മണിക്കൂർ നീണ്ട ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ മിക്ക രാജ്യങ്ങളിലും ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായെങ്കിലും ആണവ പദ്ധതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ വിസമ്മതിച്ചുവെന്ന് ട്രംപ് ഇറാനെ കുറ്റപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച നാവികസേനയായ യു.എസ്. നാവികസേന ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിക്കാനോ പുറത്തു പോകാനോ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകളെയും തടയുന്ന പ്രക്രിയ ആരംഭിക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയായിരുന്നു. നമുക്കു നേരെയോ സമാധാനപരമായ കപ്പലുകൾക്ക് നേരെയോ വെടിയുതിർക്കുന്ന ഏതൊരു ഇറാൻകാരനെയും നരകത്തിലേക്ക് തള്ളിവിടുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഹും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അടങ്ങുന്ന ഇറാൻ സംഘവും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിന്റെ നേതൃത്വത്തിലെ യു.എസ്. സംഘവും പുലർച്ചെ വരെ നീണ്ട 21 മണിക്കൂർ മാരത്തൺ ചർച്ച നടത്തിയെങ്കിലും വിഫലമായതോടെയാണ് ട്രംപ് കടുത്ത നടപടി പ്രഖ്യാപിച്ചത്. ഇറാന്റെ മിസൈൽ പദ്ധതികൾ നിയന്ത്രിക്കപ്പെടണമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ലെന്നുമാണ് യു.എസ്. ആവശ്യപ്പെട്ടത്. എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. മിസൈൽ പദ്ധതികൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അവർ അറിയിച്ചു. അതേസമയം യു.എസിനെ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഇറാൻ ചർച്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുക മാത്രമല്ലായിരുന്നു യു.എസിന്റെ ഉപാധികളെന്നും അവ അതിരുകടന്നവയായിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസിലൂടെ കടത്തിവിടുന്ന കപ്പലുകളിൽ നിന്ന് $10 ലക്ഷം ഇറാൻ ടോൾ പിരിക്കുന്നത് എന്നാണ് യു.എസിന്റെ ആരോപണം. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അനുമതിയോടെ പരിമിതമായ കപ്പൽ ഗതാഗതമാണ് നിലവിൽ മേഖലയിലുള്ളത്. അതേസമയം സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലായിരുന്നു പ്രതികരണം. വാൻസിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചതിന് പിന്നാലെയാണ് ചർച്ച താറുമാറായത് എന്ന് ഇറാൻ ആരോപിച്ചു. സംഘർഷത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് നെതന്യാഹുവിന്റെ വിളിയുണ്ടായത് എന്നും ഇറാൻ ആരോപിച്ചു. അതേസമയം നെതന്യാഹുവിന്റെ ഇടപെടൽ ഉണ്ടായോ എന്ന് യു.എസ്. പ്രതികരിച്ചിട്ടില്ല. തെക്കൻ ഇറാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അതിർത്തി ഗ്രാമങ്ങൾ ഭൂരിഭാഗവും തകർന്നടിഞ്ഞു. മരണം 2050 കടന്നു. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം തീർക്കാമെന്ന യു.എസ്. നേവിയുടെ കണക്കുകൂട്ടൽ തെറ്റും. ശത്രുക്കളെ ഹോർമുസിലെ മാരക ചുഴിയിൽ മുക്കിത്താഴ്ക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.